ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ചിക്കൻ റോസ്റ്റാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു മീഡിയം സൈസിലുള്ള 3 സവോള, 1 പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയൊന്ന് നമുക്കൊന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ജാറെടുക്കാം. അതിലേക്ക് ഈ പീസ് ഇഞ്ചിയുടെ പീസും എല്ലാതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാളയും എല്ലാതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അപ്പോൾ അരഞ്ഞു കിട്ടും. അപ്പോൾ അതൊന്നും അരച്ചിട്ട് വരാം നമുക്ക്. ഇവ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലോണം ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കും. അപ്പോൾ അതിനാൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം ഇത് കുഴച്ചെടുത്തിട്ട് ഒന്ന് വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൈക്കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ആയി കിട്ടുള്ളൂ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാനുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കിട്ടിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അതുപോലെ തന്നെ വെച്ചോളൂ കേട്ടോ. ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ വശവും റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിടുക ഫസ്റ്റിൽ, പിന്നെ ഒന്ന് കുറച്ചിട്ടാൽ മതിയാവും. പതിയെ പതിയെ ഇത് റോസ്റ്റ് ചെയ്താവുന്നതിനൊപ്പം നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റോസ്റ്റാണ് ഇത്, എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് നമുക്കെടുത്ത് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഓരോ ഭാഗവും റെഡിയായി വന്നിരിക്കണോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ. അത്രയും ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല മുരുമുരാന്നിരിക്കുന്ന ഈ റോസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.